ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞങ്ങൾ ചണ്ഡീഗഡ് അയ്യപ്പ ടെമ്പിളിൽ ദേവിക്ക് ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ്. നല്ല പനിയും ജലദോഷവും സൈനസൈറ്റീസും ഉണ്ട്. എന്നാലും ഞങ്ങളിന്ന് എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് ദേവിക്ക് പൊങ്കാല അർപ്പിച്ച് തൊഴുതേ പോവുള്ളൂ. ഇത് അമ്മയുടെ ഫ്രണ്ട് ഉഷാൻ്റെയാണ്. ഇവർ പണ്ട് അയൽവാസികളായിരുന്നു. നിറയെ മലയാളികൾ ലുധിയാനയിൽ നിന്നൊക്കെ വന്നിരുന്നു കേട്ടോ പൊങ്കാല അർപ്പിക്കാൻ വേണ്ടിയിട്ട്. ചണ്ഡീഗഡിൽ ഇത്രയും മലയാളികളുണ്ടെന്ന് ഞാനിവിടെ വന്നതിന് ശേഷമാണ് അറിഞ്ഞത്. നമ്മുടെ വേറൊരു അടുത്ത സുഹൃത്താണ് സുനിതാനി. ഇന്ന് 3 പേരും ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. ഏത് ഒക്കേഷനായാലും നമ്മൾ ഫോട്ടോ എടുക്കാതെ നമ്മളത് പിന്നീട് ഞങ്ങളധികം വെയിലൊന്നും അടിക്കാത്തൊരു സ്ഥലം നോക്കി കണ്ടുപിടിച്ചു. വെയിലൊന്നും അങ്ങോട്ട് വരികയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു മഴ വീണ് ആ വരുന്നത് അച്ഛനും പിള്ളക്കുട്ടിയും ബസ്സുമാണ്. എവിടെ അടുപ്പൊരുക്കി വിറക് കഷ്ണങ്ങളൊക്കെ വെച്ചു കേട്ടോ. ചിരട്ടയും എല്ലാം. ഗണപതിക്ക് പഴം പൊളിച്ചു വെച്ചു. കർപ്പൂരം ഇട്ട് വെക്കുകയാണ് ചിരട്ടയിൽ, പെട്ടെന്ന് തന്നെ തീ പിടിക്കാൻ വേണ്ടിയിട്ട്.
ഈ ചേട്ടൻ നമുക്ക് ചന്ദനവും കുങ്കുമവും തരാണ് കലത്തിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പുറകിൽ വല്ല ആചാരമോ വല്ലതും ഉണ്ടോയെന്നൊന്നും അറിയില്ല, ചടങ്ങൊന്നും ഉണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ഞാൻ പുരട്ടി. ഞാൻ ബാക്കി അമ്മമാരെക്കാളും കൂടുതൽ ടൈം എടുത്തു, കാരണം ഇതിന് നല്ല ഭംഗിയിലിരുന്നോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ കുറേ കുത്തും കോപ്പയും എല്ലാം വരച്ചു കേട്ടോ കലത്തിൽ. ഈ ഇരുന്നിങ്ങനെ ചെയ്യുന്ന നല്ല പണിയാണ്, പ്രത്യേകിച്ച് സെറ്റ് കൊണ്ടൊക്കെ കൊടുത്തിട്ട് നിൽക്കുമ്പോൾ ഈ അമ്മമാരെയൊക്കെ സമ്മതിക്കണം കേട്ടോ. ബാക്കി ഞാൻ ഇഷ്ടികയിലൊക്കെ പുരട്ടി വെച്ചു. ഇതാ ഇപ്പം ഞാൻ നമ്മുടെ ശർക്കര തല്ലിപ്പൊട്ടിക്കുകയാണ് കേട്ടോ. ഈ ശർക്കര ഇപ്പം തല്ലിപ്പൊട്ടിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ കിടക്കും ചിലപ്പോൾ പായസം റെഡിയായി കഴിയുമ്പോഴും. അപ്പോൾ എല്ലാവരും പറഞ്ഞ് തല്ലിപ്പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ലോണം അലിഞ്ഞ് പൊക്കോളും. ഇപ്പോൾ നല്ല വേദന എടുക്കുന്നുണ്ട് കേട്ടോ കയ്യിൽ ഇങ്ങനെ തട്ടുമ്പോൾ. കാരണം ബാക്കി എല്ലായിടത്തും എല്ലാ ആൻറ്റിമാരും അമ്മമാരും എല്ലാവരും തട്ടി 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 പൊട്ടിച്ചെടുക്കുകയാണ് ശർക്കര. ഹിന്ദിയിൽ തേങ്ങ ചിരണ്ടിന്ന് കൊണ്ടുതരുന്നത് ഹരിയങ്കളും ശാരംഗതരണങ്ങളുമാണ്. ആദ്യമായിട്ട് പൊങ്കാല ഇടുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് മാല കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. നേരത്തേക്ക് വീഡിയോസിൽ മാത്രം കണ്ടിട്ടുള്ളൂ ഈ അമ്മമാരെ അരുണിമാല കെട്ടിയിട്ട് ഇങ്ങനെ കലത്തിൻ്റെ കഴുത്തിൽ അണിയിക്കുന്നത്. ഇതിപ്പോൾ എനിക്ക് ചെയ്യാൻ ചാൻസ് കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി. ഇത് എത്ര ചുറ്റി വെച്ചിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നത് എങ്ങനെ പൊട്ടിപ്പോവോ വലിക്കുമോ എന്ന്. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ ഒന്നും പൊട്ടുകയോ ഒന്നും ചെയ്തില്ല, എല്ലാം സെറ്റായി. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. നോക്കുമ്പോൾ ഇവളിവിടെ മാല ചോദിച്ച് വാങ്ങിച്ച് കഴുത്തിലിട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ചന്ദനത്തിരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. ഞങ്ങൾക്ക് മാത്രം ചന്ദനത്തിരി കിട്ടിയില്ല. അപ്പം ഞാൻ പോണ വഴിക്ക് എൻ്റെ പിള്ളക്കുട്ടി എന്നെ തിരിച്ചു വിളിച്ചു, കാരണം ഇവിടെ അമ്മയ്ക്ക് കിട്ടി ചന്ദനത്തിരി. ഇവർ വാഴയുടെ ഒരു കഷ്ണം കേട്ടോ തന്നത്. വാഴയുടെ എന്താ ഇതിന് പറയുക, വാഴത്തണ്ട്. ഈ വാഴത്തണ്ടിൻ്റെ നീളം കൂടുതലും വണ്ണം കുറവുമായിരുന്നു. അത് കാരണം നമുക്ക് ആ ഉള്ളിൽ കുത്തി നിർത്താനേ പറ്റുന്നുണ്ടായിരുന്നില്ല ചന്ദനത്തിരി. എന്നിട്ട് പിന്നെ കമത്തി കിടത്തിയിട്ട് മറ്റേ ആ വേറൊരു സൈഡുണ്ടല്ലോ അവിടെയാണ് കുത്തിയത്. പക്ഷേ അവിടെ കുത്തിയിട്ടൊന്നും ഇരിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ചന്ദനത്തിരിയുടെ കാല് പറഞ്ഞ് ഒടുങ്ങി പോയി. പിന്നെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് കുത്തി റെഡിയാക്കി ചാരി വെച്ചു. എല്ലാം റെഡിയാക്കി വെച്ച് കാത്തിരുന്നതിനുള്ളൊരു അവസാനമായി. പൊങ്കാലിടാനുള്ള സമയമായി. അപ്പോൾ കലത്തിലേക്ക് വെള്ളം ഒഴിച്ച് അടുപ്പിലേക്ക് കയറ്റി വെച്ച് ദീപം കൊളുത്തി അമ്മേ മഹാമായി മനസ്സിൽ നല്ലോണം ധ്യാനിച്ച് എല്ലാ ശകുനങ്ങളും നീക്കി തരണേ അമ്മേ മഹാമായി എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ച് പൊങ്കാലിട്ട് തുടങ്ങാൻ പോവുകയാണ്. കല കുത്തിരിയില്ലേ ഡിസ്ബാലൻസ്ഡ് ആയിട്ടായിരുന്നു ഇരുന്നിരുന്നത് കേട്ടോ. അതാദ്യം ഒന്ന് ശരിയാക്കി എല്ലാം റെഡിയാക്കി. കറക്റ്റാണോ ചാ? ഞാനൊക്കെ അടുപ്പിലേക്ക് തീ പകരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അമ്പലത്തിലെ തിരുമേനിയിട്ട് പൊങ്കാല തളച്ചു തൂമ്പി.
दो कर्पूरम वाले में जला പൊട്ടോ എന്ത് പൊട്ടും കുറേ ടൈം എടുത്തിട്ടാണ് ഇതൊന്ന് കത്തി കിട്ടിയത്. നമ്മുടെ നാട്ടിൽ പുതുമ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കത്തി പിടിക്കില്ലേ, ഇത് പക്ഷെ അങ്ങനെയല്ലായിരുന്നു. ചണ്ഡീഗഡിൽ തെങ്ങൊന്നുമില്ല പുതുമ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ ചിരട്ടയും ചെറിയ തടിക്കഷ്ണങ്ങളും പിന്നെ ചകിരിയൊക്കെ വെച്ചിട്ടാണ് കത്തിച്ചെടുത്തോണ്ടിരുന്നത്. നല്ല പാടായിരുന്നു ഇതൊന്ന് കത്തിക്കിട്ടാൻ. ചകിരി വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ പുക കാരണം കണ്ണിൽ നിന്ന് തുളുമ്പി കണ്ണീര് വരുമായിരുന്നു. കുറേ കഷ്ടപ്പെട്ടിട്ടായാലും അവസാനം കത്തി കിട്ടി. നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ഫുൾ പ്ലേറ്റ് എടുത്തിട്ടല്ല, 2 കൈ കോരിയിട്ടിട്ട് ഇങ്ങനെ അങ്ങനെ കുറച്ച് പിന്നെ ബാക്കി മൂടി ഇഷ്ടം പോലെ. അമ്മയ്ക്ക് ഡിസ്കിൻ്റെ ഇഷ്യൂ ഉള്ള കാരണം കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. ദേവിയായിട്ട് തന്നെ അമ്മയ്ക്ക് സീറ്റ് കൊടുത്തു. അയ്യോ കണ്ണാണെന്ന് തിരികെ സ്ഥലം കിട്ടിയോ? കിടക്കുന്നുണ്ട്.
നാരായണ ശ്രീനാരായണ. എന്താ പേര്? തിരുമേനി തീർത്ഥം തളിച്ച് ഞങ്ങളുടെ അയ്യപ്പനമ്പലത്തിലെ ആറ്റുകാൽ പൊങ്കാല സമ്പൂർണ്ണമായി. ഇന്ന് ഞങ്ങളുടെ അമ്പലത്തിൽ അന്നദാനമുണ്ട്. അപ്പോൾ നമ്മളത് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.